പെരുന്നാളിന്റെ ദിവസം നമ്മൾ കാണുന്ന ഒരു രീതിയാണ് ഖബറുകൾ സന്ദർശിക്കും അല്ലെ. പെരുന്നാളിന്റെ ദിവസം എല്ലാവരും ഖബർസ്ഥാനൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, സന്ദർശിച്ചു പോരും. അപ്പൊ അവിടെ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് എന്താന്നുള്ളതാണ് വിഷയം. പെരുന്നാളിന്റെ ദിവസം ഖബർ സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടിട്ടാണ് പോകുന്നത് എങ്കിൽ അത് വിഷയമാണ്. കാരണം പെരുന്നാൾ ദിവസം അങ്ങനെ പ്രത്യേകമായിട്ട് ഖബർ സന്ദർശിക്കാൻ തെളിവൊന്നുമില്ല. അന്ന് ഒരു പുണ്യമുണ്ട്, അല്ലെങ്കിൽ അന്ന് ഖബർ സന്ദർശിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രത്യേകത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബിമാരോ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ഒരാൾക്ക് ഒഴിവ് കിട്ടിയത് പെരുന്നാളിനാണ്, അല്ലെങ്കിൽ മൂപ്പർക്ക് പെരുന്നാളിന് പോകണമെന്ന് തോന്നി, മൂപ്പര് പെരുന്നാളിന് പോയിട്ട് എന്ത് ചെയ്തു, ഖബർ സന്ദർശിച്ചു, ഒരു വിരോധമില്ല. പെരുന്നാളിനെ പോലെ തന്നെ വെള്ളിയാഴ്ചയും ചില ആൾക്കാർ വെള്ളിയാഴ്ചകൾ പോയിട്ട് എന്ത് ചെയ്യും, ഖബർ സന്ദർശിക്കും. അപ്പൊ വെള്ളിയാഴ്ചയും ഖബർ സന്ദർശിക്കുന്നത് പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പ്രശ്നമാണ്. അതല്ലാതെ മൂപ്പർക്ക് ഒഴിവുള്ളത് ഓഫീസില്ലാത്ത ദിവസം അല്ലെങ്കിൽ ലീവുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്, മൂപ്പര് വെള്ളിയാഴ്ച പോയിട്ട് സന്ദർശിച്ചു, പ്രശ്നമൊന്നുമില്ല. ഏത് ദിവസവും ഏത് സമയത്തും എന്ത് ചെയ്യാം, ഖബർ സന്ദർശിക്കാം. രാത്രി ഖബർ സന്ദർശിക്കാൻ പറ്റുമോ? രാത്രി എന്ത് ചെയ്യാം, ഖബർ സന്ദർശിക്കാം. പേടില്ലാഞ്ഞാൽ മതി, രാത്രിയും ഖബർ സന്ദർശിക്കാം. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ബഖീഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ മറമാടിയെടുത്ത് പോയിട്ട് സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സലാം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി ഒരിക്കൽ രാത്രി എണീറ്റപ്പോൾ നബിനെ കാണുന്നില്ല, കിടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. ഉറക്കത്തു നിന്ന് എഴുന്നേറ്റപ്പോൾ തൊട്ടടുത്ത് നബി ഇല്ല. അപ്പം ആയിഷ ബീവിക്ക് ഡൗട്ട്, അപ്പുറത്ത് കുറേ ആൾക്കാർ വേറെ ഉണ്ടല്ലോ, അപ്പം അങ്ങോട്ടെങ്ങാനും പോയോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, പിന്നാലെ പോയി നോക്കി. അപ്പോൾ പോയി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഇൽ നിന്ന്, സഹാബിമാരെ മറമാടിയ ഖബർസ്ഥാനിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ രാത്രിയാണത്. അപ്പൊ രാത്രി സമയത്ത് എന്ത് ചെയ്യാം, ഖബറുകൾ സന്ദർശിക്കാം. ഏത് സമയത്ത് ഖബർ സന്ദർശിക്കുക എന്നുള്ളത് സുന്നത്താൻ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ആ ഖബറുകൾ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ആഖിറത്ത് ഓർമ്മ വരും. കാരണം ഇന്നലെ നമ്മളെപ്പോലെ ചാടിക്കളിച്ച് നടന്ന മനുഷ്യന്മാരാണ്, നമ്മളെപ്പോലെ ഓഫീസിൽ പോയവരാണ്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചവരാണ്, ഇന്നലെ വരെ വിളിച്ച് സംസാരിച്ചവരാണ്, കുടുംബത്തിന്റെ കൂടെ സന്തോഷിച്ചവരാണ്. അവരിന്ന് മണ്ണിനടിയിലാണ്. നാളെ നമ്മൾ അതുപോലെ പോയി കിടക്കേണ്ടവരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഖബർ സന്ദർശനത്തിലൂടെ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ പെരുന്നാൾ ദിവസം പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ ഒരാൾക്ക് പെരുന്നാൾ ദിവസം പോകാൻ സൗകര്യമുള്ളത്, ഒഴിവുള്ളത്, മൂപ്പർക്ക് അന്ന് പോയിട്ട് സന്ദർശിക്കുകയും ചെയ്യാം. അത് പ്രത്യേക പുണ്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് ബിദ്അത്താകും. കാരണം അങ്ങനത്തെ ഒരു പ്രത്യേക പുണ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല.